നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതി അലുവ അതുലിനെ വെട്ടിക്കൊന്നു. പുതിയകാവ് പമ്പിന് സമീപമായിരുന്നു സംഭവം. 2 ദിവസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. ബിജെപിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ വിശ്വാസ സംരക്ഷണ സംഗമം. അവിശ്വാസികളായ മന്ത്രിമാർ ക്ഷേത്രങ്ങളിലെത്തി അപഹാസ്യരാകരുതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിശ്വാസ സംരക്ഷണ ദീപവും തെളിച്ചു. ഉത്സവത്തിനിടെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഐവർക്കാല കിഴക്ക് സ്വദേശി ഹരികൃഷ്ണന്റെ കുടുംബത്തെ സഹായിക്കാൻ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. സഹായനിധി രൂപീകരിക്കും. സഹോദരന് ജോലി നൽകാൻ സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതി അലുവ അതുലിനെ വെട്ടിക്കൊന്നു. പുതിയകാവ് പമ്പിന് സമീപമായിരുന്നു സംഭവം. സന്തോഷ് കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികയാൻ 1 ദിവസം ബാക്കി നിൽക്കെയാണ് അലുവ അതുലിനെ വെട്ടിക്കൊന്നത്. കരുനാഗപ്പള്ളിയിൽ 1 വർഷം മുമ്പ് വീട് കയറി നടത്തിയ അക്രമത്തിൽ ജിം സന്തോഷ് എന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അലുവ അതുലിനെയാണ് അജ്ഞാത സംഘം വെട്ടിക്കൊന്നത്. കരുനാഗപ്പള്ളി പുതിയകാവ് പമ്പിന് സമീപം വെച്ചായിരുന്നു സംഭവം. കാറിൽ വന്ന സംഘം ബൈക്കിൽ പോവുകയായിരുന്ന അതുലിനെ ഇടിച്ചിട്ട ശേഷം വെട്ടുകയായിരുന്നു. 3 ദിവസം മുമ്പാണ് ഇയാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. സന്തോഷ് കൊല്ലപ്പെട്ടിട്ട് ഞായറാഴ്ച 1 വർഷം തികയുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ബിജെപിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ വിശ്വാസ സംരക്ഷണ സംഗമം നടത്തി. അവിശ്വാസികളായ മന്ത്രിമാർ ക്ഷേത്രങ്ങളിലെത്തി അപഹാസ്യരാകരുതെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പ്രവർത്തകർ വിശ്വാസ സംരക്ഷണ ദീപവും തെളിച്ചു. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തുടക്കമായി മാറുകയായിരുന്നു. ബിജെപി കൊല്ലം ജില്ലാ കമ്മിറ്റി ഓച്ചിറയിൽ സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ സംഗമം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംഗമം ഉദ്ഘാടനം ചെയ്തു. അവിശ്വാസികളായ മന്ത്രിമാർ ക്ഷേത്രങ്ങളിലെത്തി അപഹാസ്യരാകരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അവകാശങ്ങളുടെ കാര്യത്തിൽ, അതിന്റെ ലഭ്യതയുടെ കാര്യത്തിൽ ഒരു വിവേചനവുമില്ലാതെ അവന്റെ അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുന്നതിന്, പ്രത്യേകിച്ച് നാരീശക്തി ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ അനിവാര്യത 4 വർട്ടിക്കലുകളിൽ കുറിച്ചിടുന്ന ഭാരതത്തിന്റെ യശസ്വി പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? നാരീശക്തി ആദ്യത്തെ കുറിപ്പതാണ്. ശബരിമല വിഷയത്തിൽ ഇടതു സർക്കാർ എന്ത് നിലപാട് സുപ്രീം കോടതിയിലെടുത്താലും ബിജെപി എടുത്ത നിലപാട് മാത്രമേ ശബരിമലയിൽ നടപ്പാക്കൂവെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ പറഞ്ഞു. ഈ നാടിന്റെ പാരമ്പര്യവും പൈതൃകവും വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കാൻ അവർക്ക് കരുത്ത് പകർന്നത് ഈ ശരണമന്ത്രമായിരുന്നു. അവർക്ക് പ്രേരണയായത് ഈ ശരണമന്ത്രമായിരുന്നു. ബിജെപി വക്താവ് യുവരാജ് ഗോകുൽ, ജിതിൻ ദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ബിജെപിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തു. ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പ്രവർത്തകർ വിശ്വാസ സംരക്ഷണ ദീപവും തെളിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി ഡോക്ടർ വി വേലുക്കുട്ടി അരയൻ മെമ്മോറിയൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടത്തി. 75 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. 3.70 കോടി രൂപയാണ് സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഡോക്ടർ KAM GRF THSന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. സ്കൂൾ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനായുള്ള ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തിന്റെ
ഇവിടെ എല്ലാ അറ്റകുറ്റപ്പണികളും ചെയ്ത് മനോഹരമാക്കിയതിനു ശേഷം ഇവിടെ മതിൽ ചുറ്റുന്നതിന് കയറ്റും സമാനം അതിനോടൊപ്പം ഇതെല്ലാം കണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സർക്കാർ പ്രത്യേക ഓർമ്മ സ്മാരകം സ്കൂളിൽ സർക്കാർ അനുവാദത്തോടുകൂടി ഇവിടെ പ്രദേശത്തന്മാരെ സംവിധാനങ്ങൾ ചെയ്യാൻ കരയോദര സഹായത്തോടുകൂടിയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്. ശ്രീ സോമമന്ത്രി തന്നെ ഓൺലൈൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ PI ഷെയ്ഖ് പരീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ SR സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ത്രിദീപ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. M ശോഭന, അസ്ലം J, സുനീഷ് കുമാർ, അഭിലാഷ് S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം തേനി ദേശീയപാതയിൽ പാറയിൽ ജംഗ്ഷനിൽ വാഹനാപകടം. 2 പേർക്ക് പരിക്കേറ്റു. കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കൊല്ലം തേനി ദേശീയപാതയിൽ ചക്കുവള്ളിക്കും ഭരണിക്കാവിനുമിടയിൽ പാറയിൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും നില ഗുരുതരമല്ലെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഉത്സവത്തിനിടെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഐവർകാല കിഴക്ക് സ്വദേശി ഹരികൃഷ്ണന്റെ വേർപാടിൽ അനുശോചിച്ച് യോഗം ചേർന്നു. ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. ഹരികൃഷ്ണൻ സഹായനിധി രൂപീകരിക്കും. ഹരികൃഷ്ണന്റെ സഹോദരന് ജോലി നൽകാൻ സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കീച്ചപ്പള്ളിൽ സോപാനം വീട്ടിൽ ജയസേനൻ രജനി ദമ്പതികളുടെ മകനായ ഹരികൃഷ്ണനാണ് മരിത്തടി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുണ്ടായ വഴിപാട് കാണുന്നതിനായി എത്തിയപ്പോൾ ഒരു സംഘം ആളുകളുടെ ക്രൂരമായി മർദ്ദനമേറ്റ് മരിച്ചത്. ഹരികൃഷ്ണന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഹരികൃഷ്ണന്റെ കൊലപാതകത്തെ തുടർന്ന് കുടുംബത്തിന് പൂർണ്ണമായും നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രക്ഷാധികാരികളായും ഗ്രാമപഞ്ചായത്ത് അംഗം രമണിയമ്മ ചെയർമാനും ഐവർകാല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് G ബാഹുലയൻ കൺവീനറുമായുള്ള 20-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ദുരന്തത്തിന് ഉത്തരവാദികളായ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും കുടുംബത്തെ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുന്നതിനായി ഹരികൃഷ്ണന്റെ സഹോദരൻ ജയകൃഷ്ണന് സർക്കാർ സർവീസിൽ ജോലി നൽകുന്നതിനാവശ്യമായ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിലെത്തിച്ച് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനും കേസ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആദ്യഘട്ടം മുതൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കുടുംബത്തെ സഹായിക്കുന്നതിനും നിയമസഹായം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബ സഹായ നിധി സമാഹരിക്കും. വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾ നിവേദനം തയ്യാറാക്കി കൊടുത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ആ കുടുംബത്തിന്റെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നുള്ളൂ. ഓഫീസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മളെ സഹായിക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സൗജന്യമായിട്ട് ആ ചികിത്സ നടത്താനുള്ള ഒരു മാർഗവും കൂടെ ഗവൺമെന്റ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാനത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിതരണത്തിലും പ്രതിസന്ധി. പല ഏജൻസികളും ബുക്കിംഗ് സ്വീകരിക്കുന്ന ഫോൺ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കി. ബുക്കിംഗ് സ്വീകരിച്ച ഏജൻസികൾ 1.5 ആഴ്ചയിലേറെയായിട്ടും സിലിണ്ടർ വിതരണം ചെയ്തില്ലെന്ന പരാതികളും വ്യാപകമാണ്. കൂട്ട ബുക്കിംഗ് ശ്രമങ്ങൾ കാരണം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പലപ്പോഴും തകരാറിലാണ്. അതേസമയം ഏജൻസികൾ നൽകിയ സിലിണ്ടർ ഓർഡറുകളും എണ്ണക്കമ്പനികൾ വെട്ടിക്കുറച്ച് നൽകുന്നെന്ന പരാതിയുമുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടമൊഴികെ സംസ്ഥാനത്തെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്നുള്ള ഉൽപാദനത്തിൽ കുറവുണ്ട്. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും മറ്റ് മുൻഗണനാ വിഭാഗങ്ങൾക്കും നൽകേണ്ടതിനാൽ 19 കിലോഗ്രാമിന്റെ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾ മിക്ക പ്ലാന്റിലും പരിമിതമായി ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗാർഹിക സിലിണ്ടറുകൾ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ല എന്നുമാണ് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഉൾപ്പെടെ വിളിച്ച യോഗങ്ങളിൽ എണ്ണക്കമ്പനി പ്രതിനിധികളുടെ നിലപാട്. കേരളത്തിൽ 900 ഗ്യാസ് ഏജൻസികൾ വഴി 30 ലക്ഷത്തോളം ഗാർഹിക കണക്ഷൻ ഉണ്ടെന്നാണ് കണക്ക്. കൊമേഴ്ഷ്യൽ കണക്കുകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കില്ലെങ്കിലും 5 ലക്ഷത്തിലേറെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏറെയും റെസ്റ്റോറന്റുകൾ. കേരളത്തിൽ വാണിജ്യ പാചകവാതകത്തിന്റെ പകുതിയോളം വിതരണം ചെയ്യുന്നത് സ്വകാര്യ കമ്പനികളാണ്. 13 സ്വകാര്യ കമ്പനികളാണ് വാണിജ്യ LPG വിതരണം ചെയ്യുന്നത്. ഇവർക്ക് LPG ലഭിക്കുന്നത് പൂർണ്ണമായും നിലച്ചു. ഇൻഡോർ, ഭാരത് ഗ്യാസ്, HP എന്നിവയാണ് ഈ രംഗത്തെ പൊതുമേഖലാ കമ്പനികൾ. അവശ്യ മേഖലയ്ക്കായി ഈ കമ്പനികൾ ഇപ്പോഴും
ഭാഗികമായി വാണിജ്യ വാതകം ലഭ്യമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. കരുനാഗപ്പള്ളി ഓച്ചിറ പോലീസ് സ്റ്റേഷനുകൾ സ്മാർട്ടാകുന്നു. ഇതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൈമാറി. CR മഹേഷ് MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങിയത്. കരുനാഗപ്പള്ളി ഓച്ചിറ പോലീസ് സ്റ്റേഷനുകളാണ് സ്മാർട്ട് സ്റ്റേഷനുകളാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, പ്രിന്റർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ CR മഹേഷ് MLA പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങി നൽകിയത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്ക് നേരിടുന്ന പ്രയാസം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപകരണങ്ങൾ വാങ്ങി നൽകിയതെന്ന് MLA പറഞ്ഞു. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, പ്രിന്റർ ഉൾപ്പെടെയുള്ളവ കൈമാറി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ LDFന്റെ പ്രതിഷേധം. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് LDF പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDFന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. യുദ്ധമുന്നറിയിപ്പ് കിട്ടിയിട്ടും പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കാത്തതിന്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിൽ പ്രകടനം നടത്തുന്നു. ആർക്കുവേണ്ടി? ലോകത്താകെ മാനവ രാശിയെ തകർക്കുന്ന രൂപത്തിലേക്ക് ബോംബുകൾ, മിസൈലുകൾ വർഷിക്കുന്നതിനെതിരായി അതിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണം അമേരിക്കയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന്, ആ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട പണമാണ് യുദ്ധത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. ഇത് ആ രാജ്യത്തെ തന്നെ കൂടുതൽ സാമ്പത്തികമായി ആ ദുരിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കും ഉപകരിക്കുന്നത് എന്ന് കണ്ട് സമാധാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനെ തുടങ്ങി എല്ലാ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ യുദ്ധത്തിന് എതിരും സമാധാന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഈ യുദ്ധത്തെ ആദ്യം അവലംബിച്ച ലോകരാഷ്ട്രങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ആദ്യം അതിനെ അവലംബിക്കാൻ തയ്യാറായത് ചൈനയാണ്. കുറേ കൂടി വെനിസ്വേലയൊക്കെ തന്നെ കൈക്കലാക്കിയതുപോലെ തന്നെ തകർക്കാൻ വേണ്ടി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MH ഷാരിയാർ, LDF കൊല്ലം മണ്ഡലം കൺവീനർ AM ഇക്ബാൽ, CPIM കൊല്ലം ഏരിയ സെക്രട്ടറി H ബേസിൽ ലാൽ, CPI സിറ്റി കമ്മിറ്റി സെക്രട്ടറി A രാജീവ്, വിനീത വിൻസെന്റ്, ഇക്ബാൽ കുട്ടി, തടത്തിവിള രാധാകൃഷ്ണൻ, G ആനന്ദൻ, AK സവാദ്, സുജാത, ഭീമ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുടെ മികവിന് സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ ഒരുക്കിയതായി മന്ത്രി KN ബാലഗോപാൽ. എഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പോളിടെക്നിക്, ടെക്നിക്കൽ ഹൈസ്കൂൾ, TKM, IT ഉൾപ്പെടെ എഴുകോണിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകൾ വർദ്ധിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. എഴുകോൺ പോളിടെക്നിക്കൽ ഡ്രോൺ റിസർച്ച് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതായും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. എഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫ്യൂസിലേജിന്റെ ഡ്രോൺ നിർമ്മാണ യൂണിറ്റ് പോളിടെക്നിക്കിൽ ആരംഭിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഡ്രോൺ പരിശീലനം, റിപ്പയറിംഗ് കോഴ്സുകൾ തുടങ്ങിയവയും അനുബന്ധമായി ആരംഭിക്കും. സോഹോ ക്യാമ്പസ്, വർക്ക് നിയർ ഹോം, IT പാർക്ക് എന്നിവ സാങ്കേതിക മേഖലയിൽ കൂടുതൽ ജോലി സാധ്യത ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 4 കോടിയിലധികം രൂപ ചിലവിലൊരുക്കുന്ന അറുപറക്കോണം നെടുമ്പായിക്കുളം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ വർദ്ധിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വളരെ മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഇവിടെ LTS-ന്റെ സൗകര്യങ്ങൾ ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പുതിയ ഒരു ബ്ലോക്ക്, ഇവിടുത്തെ ഈ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചത്. അത് നിർമ്മിക്കുക മാത്രമല്ല, ആ മേഖല വളരെ വൃത്തിയായിട്ട്, ആ ഭാഗം കുറച്ചുകൂടി വളരെ മനോഹരമായിട്ട് ആ ക്യാമ്പസ് മാറിയിട്ടുണ്ട്. നേരത്തെ പോളിടെക്നിക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു LTS കിടന്നത്. അപ്പൊ പോളിടെക്നിക്ക് വിപുലമായ പോളിടെക്നിക്കായി കഴിഞ്ഞ ദിവസം പോളിടെക്നിക്കിലെ ഡ്രോൺ റിസർച്ച് പ്രവർത്തനങ്ങളുടെ ഒരു സെന്റർ തുടങ്ങി. ഡ്രോൺ റിസർച്ച് പാർക്കിന്റെ തൽക്കാലം തുടങ്ങുന്ന ഒരു ക്യാമ്പസും അവിടെ ഷോർട്ട് ടൈം കോഴ്സസും തുടങ്ങി. ഡ്രോണ് നിർമ്മിക്കുന്ന ഒരു കമ്പനി, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് കമ്പനി, ആ ടെക്നിക്കൽ സ്കൂളിന്റെ തുടർച്ചയായിട്ട് മറ്റ് സംവിധാനങ്ങൾ വരുമ്പോൾ ഈ തരത്തിലുള്ള ജീവിതഗന്ധിയായ
നല്ല ടെക്നോളജി പഠിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അനുഭവങ്ങളും വരും എന്നുള്ളത് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ കൂടുതൽ ദർശിപ്പിക്കുന്നില്ല. കോളേജും ഈ പഞ്ചായത്ത് തന്നെയാണ് ഉള്ളത്. ഇതൊക്കെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു അധ്യക്ഷത വഹിച്ചു. ഏഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 1.62 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ വർക്ക്ഷോപ്പ് കെട്ടിടം നിർമ്മിച്ചത്. ഏഴുകോൺ ഗ്രാമപഞ്ചായത്ത് അംഗം K ഓമനക്കുട്ടൻ, ഏഴുകോൺ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് S ശ്യാംകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മത്സ്യബന്ധന കുടിലുകൾക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. മയ്യനാട് മുക്കത്തായിരുന്നു സംഭവം. മത്സ്യബന്ധന വലകൾക്കും അനുബന്ധ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന കുടിലുകൾക്കുമാണ് തീപിടുത്തമുണ്ടായത്. വലകളും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. മയ്യനാട് മുക്കത്താണ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന വലകളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന കുടിലുകൾക്ക് തീപിടിച്ചത്. മുക്കം സ്വദേശികളായ മുഹമ്മദ് സാലി, നസീർ, നുജൂം, അബ്ദുൾ റഷീദ്, സജീവ് എന്നിവരുടെ കുടിലുകളിലാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ അർദ്ധരാത്രിയായിരുന്നു സംഭവം. മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വലകളും തടികളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന കുടിലുകളിലാണ് തീപിടുത്തമുണ്ടായത്. തീ ഉയരുന്നത് കണ്ട വഴിയാത്രക്കാരാണ് അഗ്നിരക്ഷാസേനയെയും ഇരവിപുരം പോലീസിനെയും വിവരം അറിയിച്ചത്. അഗ്നിരക്ഷാ സംഘം തീ നിയന്ത്രണ വിധേയമാക്കി. സമയോചിതമായി തീയണച്ചതിനാൽ സമീപത്തെ മറ്റ് കുടിലുകളിലേക്ക് തീ പടർന്നില്ല. എന്നാൽ മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചിരുന്ന വലകളും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ഇതോടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം താൽക്കാലികമായി നിലച്ച സ്ഥിതിയാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വലകൾ സൂക്ഷിക്കുന്ന ഈ കൂടങ്ങൾ, നമ്മളിവിടെ കുടിലെന്നൊക്കെ പറയും, എന്നാൽ ഈ ഭാഗത്ത് പറയുന്നത് കൂടങ്ങൾ എന്നാണ്. ഈ കൂടങ്ങളിൽ 4 കൂടങ്ങളാണ് ഇന്നലെ കത്തി നശിച്ചത്. ഏകദേശം ഓരോ കൂടത്തിലും ഏകദേശം 1 ലക്ഷം രൂപയ്ക്കകത്തുള്ള വലകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളൊക്കെ ഈ കൂടങ്ങളിൽ ഉണ്ടായിരുന്നു. 4 കൂടങ്ങളാണ് കത്തി നശിച്ചത്. അതുപോലെ വേറൊരു വ്യക്തിയുടെ കുറേ സാധനങ്ങൾ, ഈ തടിയെല്ലാം ഉൾപ്പെടെ വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും നഷ്ടപ്പെട്ടു. എന്തായാലും ഫയർഫോഴ്സ് കൂടെ എത്തി തീ അണയ്ക്കാനുണ്ടായത്. ഇല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ഒട്ടനവധി 10-20 കൂടങ്ങൾ വേറെയുണ്ട്, അതിലൊന്നും തീ പടർന്നില്ല. സംഭവത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഇരവിപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ മഴ ചാറ്റിൽ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് തീപിടുത്തമുണ്ടായത്. എങ്ങനെയാണ് ഇവിടെ തീപിടുത്തമുണ്ടായതെന്ന് അറിയാൻ വയ്യ. ഇതുപോലെ ദുരൂഹതയുണ്ടോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും ഇരവിപുരം പോലീസ് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ കൂടങ്ങൾ നഷ്ടപ്പെട്ട, ഈ വലകൾ നഷ്ടപ്പെട്ടവരൊക്കെ ഇരവിപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കിള്ളൂരിൽ ആരംഭിക്കുന്ന സിനി കോംപ്ലക്സ് കൊട്ടാരക്കരയുടെ സാംസ്കാരിക മുഖഛായയ്ക്ക് മാറ്റുകൂട്ടുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നെടുവത്തൂരിലെ കിള്ളൂരിൽ ആരംഭിക്കുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി സിനി കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തുടനീളം 100 തിയേറ്ററുകൾ നിർമ്മിക്കുന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പും KSFDCയും സംയുക്തമായി 41.5 കോടി രൂപ വിനിയോഗിച്ചാണ് തിയേറ്റർ നിർമ്മിക്കുന്നത്. 3 നിലകളിൽ 3 സ്ക്രീനുകളോട് കൂടിയ സിനി കോംപ്ലക്സിൽ ഫിലിം മ്യൂസിയം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഗെയിം സോൺ, ഫുഡ് കോർട്ട്, 2 നിലകളിലായുള്ള പാർക്കിംഗ്, എസ്കലേറ്റർ തുടങ്ങിയ സൗകര്യവും ഉണ്ടാകും. നല്ല സിനിമകളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും കലയെ സ്നേഹിക്കുന്നവർക്ക് ഒത്തുചേരാനും സമുച്ചയം വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയെ സംബന്ധിച്ച് ചരിത്രം കുറിക്കുന്ന ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഔദ്യോഗികമായ ചുമതലകൾ ധാരാളം നിർവഹിക്കാനുള്ളതുകൊണ്ടാണ് എത്താൻ കഴിയാറ്. അത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഈ ഗവൺമെന്റ് സംസ്ഥാനത്തുടനീളം 100 തിയേറ്ററുകൾ നിർമ്മിക്കുക എന്ന വാഗ്ദാനവുമായിട്ടാണ് അധികാരത്തിൽ വന്നത്. ആ തിയേറ്റർ ഓരോന്നായി നിർമ്മിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ ബഹുമാന്യായ ജനകീയ MLA ശ്രീ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിഫ്ബി വഴി അതിനുള്ള നിവേദനം നൽകുന്നത്. തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് KSFDC കൊട്ടാരക്കരയിൽ ഒരു മനോഹരമായ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ 3 സ്ക്രീനോടുകൂടി ആരംഭിക്കുന്നതിന് ഭരണാനുമതി നൽകി എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 37.5 കോടി രൂപ ചെലവഴിച്ചാണ് കൊട്ടാരക്കര നെടുവത്തൂരിൽ ഈ സമുച്ചയം നിർമ്മിക്കുന്നത്. 3 നിലകളിലായിട്ടുള്ള 3 സ്ക്രീനുകൾ മൾട്ടിപ്ലക്സ്, ഒപ്പം ഫിലിം മ്യൂസിയം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ ഫുഡ് കോർട്ട്, ഗെയിമിംഗ് സോൺ, 2 നിലകളുള്ള പാർക്കിംഗ് സൗകര്യം, എക്സ്കലേറ്ററുകൾ എന്നിവയും ഇവിടെ ഉണ്ടാവും. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം അന്തരിക്കുന്നതിന് 2 മാസം മുമ്പ് ഇവിടെ വന്നു. അപ്പൊ അങ്ങനെ നോക്കി ഈ സ്ഥലം തന്നെ എന്ന് ഫിക്സ് ചെയ്തപ്പോ ഏറ്റവും മനോഹരമായ, ഏറ്റവും നന്നായ ഒരു സ്ഥലമാണ്. 2 പഞ്ചായത്തുകളുടെ സെന്ററാണ്. വാസ്തവത്തിൽ നെടുവത്തൂർ പഞ്ചായത്താണെങ്കിലും തൊട്ടപ്പുറം എഴുകോൺ. കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ റോഡിനകത്ത് കൊട്ടാരക്കരയിലെ ജില്ലയിലെ പല സ്ഥലത്തുനിന്നും ആൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല MC റോഡിന്റെ NH സൈഡാണ്. ഇവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട്. എല്ലാം ഉള്ള ഈ സ്ഥലമാവുന്ന നല്ലതെന്ന് തീരുമാനിച്ചു. അങ്ങനെ 3 സ്ക്രീനുള്ള ഒരു പദ്ധതിയാണ്. 3 സ്ക്രീൻ, ഞാനിപ്പോ പറഞ്ഞത് വെറും സ്ക്രീൻ മാത്രം പോരാ, ഒരു സാംസ്കാരിക കേന്ദ്രമാവണം. അത്യാവശ്യം ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ
ഇപ്പൊ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ സിനിമ കാണുന്നത് ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു റെസ്റ്റോറന്റും കുറച്ച് കുട്ടികളൊക്കെ വന്നാൽ അവർക്കൊക്കെ ഇരിക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പരിപാടി എന്ന നിലയിലാണ് കിഫ്ബിയാണ് ഇത് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ ഇതിന് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. കിഫ്ബി വരുമ്പോൾ ഇതിന്റെ KSFDC എങ്ങനെ പണം കൊടുക്കും തുടങ്ങിയ ചെറിയൊരു പങ്ക് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നവകേരള സദസ്സിന് ഒരു MLA ക്ക് കേരളത്തിലെ എല്ലാ MLA മാർക്കും ഒരു MLA ക്ക് 7 കോടി രൂപ വീതം ഉള്ള ഒരു വർക്ക് ഡെവലപ്മെന്റ് കൊടുക്കാമെന്ന് ഞങ്ങൾ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ബഡ്ജറ്റിൽ ആ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന നവകേരള സദസ്സിന്റെ തുകയിൽ 4 കോടി രൂപ 2 പദ്ധതിയാണ്. ഒന്ന്, ഒരു നല്ല സ്റ്റേഡിയം വേണം കൊട്ടാരക്കര, അതിനൊരു ഭാഗം. 4 കോടി ഇതിനും കൂടി വെക്കാം. KSFDC MD PS പ്രിയദർശനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഭിനേത്രി ശോഭാ മോഹൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, KSFDC ചെയർമാൻ K മധു, നിർമ്മാതാക്കളായ അനിൽകുമാർ അമ്പലക്കര, വിനായക അജിത്ത, സംവിധായകരായ ബൈജു അമ്പലക്കര, രഞ്ജിലാൽ ദാമോദരൻ, നിരൂപകൻ പല്ലുശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് V സുമലാൽ, KS ശിജുകുമാർ, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ V വിദ്യ, P പ്രിയ, S രേഖ, ഗ്രാമപഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതി അലുവ അതുലിനെ വെട്ടിക്കൊന്നു. പുതിയകാവ് പമ്പിന് സമീപമായിരുന്നു സംഭവം. 2 ദിവസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. BJPയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ വിശ്വാസ സംരക്ഷണ സംഗമം. അവിശ്വാസികളായ മന്ത്രിമാർ ക്ഷേത്രങ്ങളിലെത്തി അപഹാസ്യരാകരുതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിശ്വാസ സംരക്ഷണ ദീപവും തെളിച്ചു. ഉത്സവത്തിനിടെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഐവർക്കാല കിഴക്ക് സ്വദേശി ഹരികൃഷ്ണന്റെ കുടുംബത്തെ സഹായിക്കാൻ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. സഹായനിധി രൂപീകരിക്കും. സഹോദരന് ജോലി നൽകാൻ സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.